അപ്പോൾ പോലീസിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് IRBയിലേക്ക് ഇന്ത്യ റിസർവ് ബറ്റാലിയനിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി GDയിലേക്കുള്ള ഇന്ത്യ റിസർവ് ബറ്റാലിയൻ GD നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലേക്കുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടായിരിക്കും നമുക്ക് ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എൻ്റയർ കാര്യങ്ങളും അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ആവശ്യമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഇത് നമ്മുടെ കേരള PSCൻ്റെ അല്ല, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യാതിരുന്നത്. പലരും ഇത് ആവശ്യമാണ്, ഇത് അരുണാചൽ പ്രദേശ് ആണെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിന് മുമ്പ് പഞ്ചാബ് പോലീസിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയത്. സോ ഇത് ഓൾ ഇന്ത്യ കാൻഡിഡേറ്റ് അപേക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യൻ സിറ്റിസൺസിന് എല്ലാവർക്കും എലിജിബിൾ ആണെങ്കിൽ അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അവരുടെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ വന്നിട്ടുള്ള പോസ്റ്റുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ബാൻഡ് IRBയിലേക്ക് വന്നിട്ടുണ്ട്. കോൺസ്റ്റബിൾ ബൂഗ്ലർ IRBയിലേക്ക് തന്നെ, കോൺസ്റ്റബിൾ IRB കോൺസ്റ്റബിളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഫീമെയിൽസിനെ വിളിച്ചിട്ടുണ്ട്. കോൺസ്റ്റബിൾ സിവിൽ പോലീസ് മെയിലിനെ വിളിച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനും കൂടി ഇതിൽ ഫയർമാനും അതുപോലെ തന്നെ സ്പെഷ്യൽ ഗാർഡിൻ്റെ നോട്ടിഫിക്കേഷനും കൂടി ഇതിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതിൽ നമുക്ക് അപേക്ഷിക്കാനായിട്ട് അപേക്ഷ ഓപ്പൺ ആകുന്നത് 23/3/2026 അപേക്ഷ തുടങ്ങും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് 10/4/2026 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ ടെൻറ്റേറ്റീവ്ലി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 10/5/2026 എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഏകദേശ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 25/5/2026. സ്പീഡ് പ്രൊസീജിയർ ആയിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. 5-ാം തീയതി പരീക്ഷ നടക്കുന്നു, 25-ാം തീയതി ഫിസിക്കലിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകും, അതും നടക്കുന്നു. ഇതൊക്കെ പെട്ടെന്നാണ് നടത്താനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ എക്സാമും ഇതൊക്കെ ടെൻറ്റേറ്റീവാണ്. മേ ബി കുറച്ച് ചെറിയ ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വന്നിട്ടുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. കോൺസ്റ്റബിൾ ബാൻഡ് ലെവൽ 3 ആണ് പേ സ്കെയിൽ. ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. 21,700 മുതൽ 69,100 വരെ ശമ്പളം ഉണ്ടാവും. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ബൂഗ്ലർ സെയിം തന്നെയാണ് സാലറി സ്കെയിൽ. കോൺസ്റ്റബിൾ IRB ഉണ്ട്. കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഫീമെയിൽസ് അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ. പിന്നെ സിവിൽ പോലീസ് മെയിലിന് സാലറി ഇവിടെ കാണാൻ പറ്റും. ഫയർമാൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ഗാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് STPFൻ്റെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ അതൊക്കെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കൂടി, ഫയർ ആൻഡ് എമർജൻസി സർവീസിൻ്റെ കീഴിലാണ് ഫയർമാൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡ് സ്പെഷ്യൽ ഗാർഡ് വരുന്നത് എൻവിറോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ കീഴിലാണ് അത് വരുന്നത്. ഒരു നമ്മുടെ കേരള PSCൻ്റെ ഫോറസ്റ്റ് ഗാർഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കായിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ APST എന്ന് പറയുന്ന അവരുടേതായിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അവരുടെ സ്റ്റേറ്റിലെ കാറ്റഗറിക്കാണ് കൂടുതൽ വേക്കൻസി പോകുന്നത്. 787 ഒഴിവുകൾ അവിടെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ടോട്ടൽ 984 വേക്കൻസീസ് ഉണ്ട്. ഇതിൽ ജനറൽ ആയിട്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ മത്സരിക്കാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷാ ഫീസും കാര്യങ്ങളും കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് അപേക്ഷിക്കുന്നവരാണെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാതെ നമ്മുടെ അരുണാചൽ പ്രദേശ് ഒഴിച്ച് ബാക്കി എവിടെ നിന്നാണെങ്കിലും ആ ഒരു രീതിയിലായിരിക്കും വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. 10/4/2026 വരെ അപേക്ഷിക്കുക. അപേക്ഷ തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്ന ഡേറ്റൊക്കെ ഞാൻ മുകളിൽ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഓരോ പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, പിന്നെ പേ സ്കെയിൽ, ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ചിലതിന് എക്സ്പീരിയൻസ് വേണമെന്നില്ല. അതിന് തന്നെ കോൺസ്റ്റബിൾ ബാൻഡ് കാണാൻ സാധിക്കുന്നതാണ്. അതിന് 10ാം ക്ലാസ്സാണ് യോഗ്യത. നോളജ് ഇൻ പ്ലേയിങ് ബാൻഡ്, അത് ബാൻഡ് വായിക്കാനുള്ള അറിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻസ് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ജനറൽ കാറ്റഗറിയിൽ നിന്ന് വരുമ്പോൾ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നവരുടെ ഡീറ്റെയിൽസ് ആണ്, അത് നമ്മൾ നോക്കുന്നില്ല. പുറത്തുനിന്ന് അപേക്ഷിക്കുന്നവർക്ക് 160. ഇത് മെയിൽസിന് മാത്രമായിട്ട് ഇത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവൻ്റ് 100 മീറ്റർ ഓട്ടം 16 സെക്കൻഡ്, 1500 മീറ്റർ ഓട്ടം 8 മിനിറ്റ്, അതുപോലെ തന്നെ ഹൈ ജമ്പ് 3 അറ്റംപ്റ്റിൽ 107 സെൻറ്റിമീറ്റർ. ഓരോന്ന് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. ലോങ് ജമ്പ് 11 ഫീറ്റ്, 3 ചാൻസ് ഉണ്ടാകും. നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലേയിങ് ബാൻഡ് പ്ലേ ചെയ്ത് കാണിക്കേണ്ടി വരും. അത് കാണിച്ചിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യും, ഫെയിൽ ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് കൂടി ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത പോസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ലെവൽ 3 പേ സ്കെയിലുള്ള 21,700 മുതൽ 69,100 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. 18 to 22 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പം പറഞ്ഞ ഈ പോസ്റ്റിലേക്കാണ് കേട്ടോ. ഇതിലെ SC STക്ക് 5 വർഷത്തെ ആ റിലാക്സേഷൻ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പറയാൻ കാരണം കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ജനറൽ ആയിരിക്കും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ബിലോങ് ടു അരുണാചൽ പ്രദേശ് എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പ്രദേശ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് മാത്രമേ ഏജ് റിലാക്സേഷൻ ഉള്ളൂ. എല്ലാവർക്കും 18 to 22 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിന് കേട്ടോ. ബാക്കിയുള്ളതിന് മാറ്റേണ്ട ഓരോന്നോരോന്ന് പറയാം.
അപ്പോൾ കോൺസ്റ്റബിൾ വോഗ്ലർ കാണാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപേക്ഷ തുടങ്ങുമ്പോൾ നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള വീഡിയോയും ചെയ്യാം. കാരണം ഇത് വീഡിയോ അല്ലാതെ മറ്റൊരു രീതിയിൽ ഇത് സർക്കുലേറ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ പടരാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാവർക്കുമാണ് ആ മൊത്തം 900 ചില്ലാനം വേക്കൻസി എന്നുള്ളൊരു നിഗമനം വരാനും അങ്ങനെ പല ചാൻസുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലാസ് 10th ആണ് ഇതിൻ്റെ യോഗ്യത. ഇതിലും ബോഗ്ലർ അത് പ്ലേ ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കണം. പിന്നെ ഫിസിക്കലിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 165 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. ഫിസിക്കലിൻ്റെ കാര്യങ്ങൾ 100 മീറ്റർ ഓട്ടം 16 സെക്കൻഡിലൊക്കെയാണ് കൃത്യമായിട്ട് വരുന്നത്. പിന്നെ ലെവൽ 3 പേ സ്കെയിൽ നമ്മൾ പറഞ്ഞു 18 to 22 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇനി നമ്മുടെ കോൺസ്റ്റബിൾ ആണ് IRB റിസർവ്ഡ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ്, ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളതിന് 10ാം ക്ലാസ് മാത്രം മതി. ഇനി ജസ്റ്റ് 10ാം ക്ലാസ് മതി, വേറെ ഒരു യോഗ്യതയും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻസ് ഇവിടെ പറയുന്നുണ്ട് 165 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 79 സെൻറ്റിമീറ്റർ നോർമൽ ചെസ്റ്റ് ആവശ്യമായിട്ട്, ചെസ്റ്റ് എല്ലാ കാറ്റഗറിക്കും നോർമൽ 79 വേണം. 84 എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, 100 മീറ്റർ ഓട്ടം, 1500 മീറ്റർ, അതിൻ്റെയൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള റിസ്കിൽ എടുക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് അപേക്ഷിക്കാൻ നിർബന്ധിക്കുന്നില്ല. ഫീസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ തുടങ്ങുമ്പോൾ അപേക്ഷിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള റിസ്കിൽ എടുക്കുക. ഞാൻ നിർബന്ധിക്കുന്നില്ല. കാരണം വേക്കൻസി നമുക്ക് ജനറലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓൾ ഇന്ത്യ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ പറ്റും. ഒന്നാമത്തത് ജനറലായിട്ട് പോകും, രണ്ടാമത്തത് ഓൾ ഇന്ത്യ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം, മൂന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മുടെ ഫീസ്, അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. പിന്നെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വാക്കും കേട്ട് നിങ്ങൾ അത്രയും ദൂരം പോയിട്ട് ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ചിലവ്, നല്ല എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവരുണ്ടാകും, അവർ അപേക്ഷിക്കാതിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. താല്പര്യമുള്ളവർ അപേക്ഷിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 18 to 22 വയസ്സ് വരെ തന്നെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞത്. ഇനി സിവിൽ പോലീസ് ഫീമെയിൽസിൻ്റെ കാണാൻ സാധിക്കുന്നതാണ്. കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഫീമെയിൽസിൻ്റെ 10ാം ക്ലാസ്സാണ് പാസ്. ഫിസിക്കൽ സ്റ്റാൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. 100 മീറ്റർ ഓടാൻ അവർക്ക് കിട്ടുന്നത് 19 സെക്കൻഡാണ്. ഫീമെയിൽസിൻ്റെ ഇതുവരെ പറയാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. എത്ര നേരം മെയിൽസിൻ്റെ മാത്രമേ പറഞ്ഞത്. 800 മീറ്റർ ഓടാൻ 5 മിനിറ്റ് ലഭിക്കും. ലോങ് ജമ്പ് 3 അറ്റംപ്റ്റ് ഉണ്ടാവും, 9 ഫീറ്റ് ചാടണം. ഹൈ ജമ്പ് 3 അറ്റംപ്റ്റ് ഉണ്ടാവും, അതിൽ 90 സെൻറ്റിമീറ്റർ ചാടാനുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. മെഡിക്കൽ ടെസ്റ്റിൽ പാസ്സാകേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ് വേണമെന്നാണ് പറയുന്നത്. ലെവൽ 3 തന്നെയാണ് ഇതിൻ്റെയും പേ സ്കെയിൽ. 18 to 22 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ നമുക്ക് ലഭിക്കുന്നില്ല, അതൊരു കാര്യമാണ്. ഇനി ഇതേ പോസ്റ്റ് കോൺസ്റ്റബിൾ സിവിൽ പോലീസ് മെയിലിന് വന്നതാണ്. ഇവിടെ 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ അതേ ഹൈറ്റ് റിക്വയർമെൻറ്റും കാര്യങ്ങളും ചെസ്റ്റ് അതുപോലെ തന്നെ എല്ലാം സെയിം ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ അതേ ആൺകുട്ടികളുടെ അത് തന്നെ ഫിസിക്കലിൽ വരുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. 18 to 22 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ ഫയർമാനിലേക്കാണ് അടുത്ത് നമ്മൾ കിടക്കുന്നത്. പോസ്റ്റിൻ്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10/26 എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. ഒരു പോസ്റ്റിന് ഈ കോഡ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ പോസ്റ്റിൻ്റെ കോഡ് 9/26 ആണ്. നേരത്തെ പറഞ്ഞ പോസ്റ്റിൻ്റെ കോഡ് 8/26 ആണ്. നമ്മൾ വീഡിയോ നേരത്തെ ഇങ്ങനെ പറയുമ്പം പറഞ്ഞു പോയില്ല, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. കാരണം അതിൻ്റെ ബേസിലും കുറച്ച് ഡാറ്റ പറയാനുണ്ട്. ഓരോ പോസ്റ്റിന് കോഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പറഞ്ഞ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ കാണാമല്ലോ. അപ്പോൾ 10/2026 കോഡ് വരുന്നത് ഫയർമാൻ ആണ്. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. അപ്പോൾ ഇത് ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 100 മീറ്റർ ഓട്ടം ഉള്ളത് വിത്ത് എ ലോഡാണ് പറഞ്ഞില്ല കേട്ടോ. 100 മീറ്ററിൻ്റെ റേസ് ഒരു 10 കിലോഗ്രാം ഭാരമായിട്ട് 1 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ 1500 മീറ്റർ റേസ് ഉണ്ട്, 8 മിനിറ്റ് 30 സെക്കൻഡ് തരുന്നുണ്ട്. പിന്നെ റോപ്പ് ക്ലൈമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റോപ്പുമായിട്ട് ബന്ധപ്പെട്ട 8 ഫീറ്റിൻ്റെ പറയുന്നുണ്ട്. ഹൈ ജമ്പ് ലോങ് ജമ്പ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കുന്നതുമാണ്. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടാണ്. ലെവൽ 3 ആണ് പേ സ്കെയിൽ. 18 to 32 വയസ്സ് വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക എന്നുള്ള കാര്യം കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് ഏജ് കുറച്ച് കൂടുതൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ വേക്കൻസി കൂടി എടുത്ത് പരിശോധിച്ചിട്ട് അതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ്. ഇനി 11/2026 എന്ന് പറയുന്ന പോസ്റ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സ്പെഷ്യൽ ഗാർഡിൻ്റെ ആണ്. സ്പെഷ്യൽ ടൈഗർ ഗാർഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള വിളിച്ചതാണിത്. അതിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ജനറൽ കാറ്റഗറിക്ക് 163 സെൻറ്റിമീറ്റർ ഉയരം വേണം. ഫീമെയിൽ ആകുമ്പോൾ 150 സെൻറ്റിമീറ്റർ ഉയരം മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് സ്പെഷ്യൽ കാറ്റഗറി, അവിടെയുള്ള ടീംസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിൽ വാക്കിംഗ് ആണ് വരുന്നത്. 25 കിലോമീറ്റർ നടത്തം 4 മണിക്കൂറിൻ്റെ കംപ്ലീറ്റ് ചെയ്യണം ആൺകുട്ടികൾ. 14 കിലോമീറ്റർ നടത്തം 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫീമെയിൽസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 25 കിലോമീറ്റർ ഓട്ടം തന്നെ GD കുട്ടികളൊക്കെ, അതായത് GD ഒക്കെ അപ്പിയർ ചെയ്യുന്നവർ കാണുന്നുണ്ടാവും. GD അതുപോലെ IRB കുട്ടികളാണെങ്കിലും
ഈ 25 കിലോമീറ്റർ ഓട്ടം 5 കിലോമീറ്റർ ഓട്ടം 25 മിനിറ്റിൽ നമ്മൾ തീർത്താറുണ്ട്. അത് നേരെ തിരിച്ചിട്ടു, അതായത് 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, 25 കിലോമീറ്റർ നടക്കണം എന്നാണ് പറയുന്നത്. 25 കിലോമീറ്റർ ഓളം നടത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം. കാരണം ഫോറസ്റ്റ് ഏരിയയിൽ നടത്തമായിരിക്കും കൂടുതലും ഉണ്ടാവുക. പിന്നെ അരുണാചൽ പ്രദേശിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൂടി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിലേക്ക് വരുന്ന ഒരു ഇന്ത്യയുടെ ഒരു പോർഷനിലാണ് അത് വരുന്നത്. എന്തായാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളും കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഹൈ ജമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 അറ്റംപ്റ്റ് ഉണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളത്. ലോങ് ജമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 18 to 32 വയസ്സ് വരെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ജനറൽ കാറ്റഗറിക്ക്. പക്ഷേ SC STക്കുള്ള റിലാക്സേഷൻ ഒന്നും ഇവിടെ ലഭിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 150 രൂപ ഫീസ് അവർക്കാണ് വരുന്നത്, അവരുടേതായിട്ടുള്ള കാറ്റഗറിക്ക് AP STക്കാണ് വരുന്നത്. ബാക്കിയുള്ള കാൻഡിഡേറ്റ് ആൻഡ് 200 രൂപ അൺറിസർവ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനാണ് പറഞ്ഞത്. ടു ബി പെയ്ഡ് ഓൺലൈനായിട്ട് നമ്മൾ ഈ ഫീസ് 200 രൂപ അടക്കണം, തിരിച്ച് കിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പോസ്റ്റ് കോഡിൻ്റെ ഏജ് ലിമിറ്റ് 18 to 22 വയസ്സ് വരെയാണ്. പിന്നെ അതിൽ ഫോറസ്റ്റ് ഗാർഡ് ഫയർമാന് മാത്രമാണ് 18 to 32 വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. AP STനും അവർക്ക് മാത്രം റിലാക്സേഷൻ ഉള്ളൂ, നമുക്ക് റിലാക്സേഷൻ ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അപേക്ഷിക്കേണ്ട യോഗ്യത നമുക്ക് ഇന്ത്യക്കാർക്കെല്ലാം അപേക്ഷിക്കുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദി കാൻഡിഡേറ്റ് മസ്റ്റ് ബി എ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും, എക്സാം എന്തൊക്കെയാണ് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം, അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോ ചെയ്യാം. ഇപ്പോൾ നിലവിൽ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കാണിച്ചു തരാം, എവിടെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. സോ ഇതാണ് നമുക്ക് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത്. APSSB.NIC.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കുക. അപേക്ഷ തുടങ്ങിയിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ജനറൽ കാറ്റഗറിക്ക് 197 ഒഴിവുകളാണുള്ളത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഫയർമാന് മൊത്തത്തിൽ 15 ഒഴിവാണ് നമുക്ക് വരുന്നത് ജനറലിലേക്ക്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഗാർഡിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും 49 ഒഴിവുകളാണ് വേണ്ടത്. ടോട്ടൽ 984 ഒഴിവുണ്ടെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വരുന്ന ഒഴിവ് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ കോൺസ്റ്റബിൾ ബാക്കിയുള്ള ഒരു പോസ്റ്റിൻ്റെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആവശ്യമാണെങ്കിൽ വേക്കൻസിൻ്റെ കാര്യങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അപേക്ഷ തുടങ്ങാൻ പോകുന്ന 23-ാം തീയതിയാണ്. അപ്പോൾ ആവശ്യമാണെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ അന്നേരം ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്